ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എക്സാമിന് തലേദിവസം അല്ലെങ്കിൽ എക്സാം സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സോ എക്സാം ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫസ്റ്റ് നമ്മൾ നാളെ എക്സാം എന്താണോ, ഇപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട് നാളെ സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള ബാഗെല്ലാം തന്നെ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. അതായത് നമുക്ക് ഈ സ്കൂളിൽ ചെന്ന് ഫൈനൽ ടൈമിൽ ഒന്ന് റിവിഷൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ആ ബാഗിൽ വെക്കേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ് അതെല്ലാം ഒന്ന് അടുത്ത് തന്നെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. രണ്ട്, എക്സാമിൻ്റെ തലേദിവസം പുതിയതായിട്ട് ഒന്നും പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഓവർലോഡ് ആകും. സോ പഠിച്ചതൊന്നും തന്നെ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ടൊന്ന് റിവിഷൻ എടുക്കുക. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വല്ല ഷോർട്ട് നോട്ട്സൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എഴുതി വയ്ക്കാറില്ല, ആ ഷോർട്ട് നോട്ട്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ പരീക്ഷയുടെ തലേദിവസം നന്നായിട്ട് ഉറങ്ങണം. പല കുട്ടികളും കണ്ടുവരുന്നത് പരീക്ഷയുടെ തലേദിവസം ഒട്ടും ഉറങ്ങില്ല. അങ്ങനെയുള്ള ഒരിത് നമ്മൾ ഫോളോ ചെയ്യരുത്. എക്സാമിൻ്റെ തലേദിവസം കുറഞ്ഞത് ഒരു 7 to 8 hours നന്നായിട്ട് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടും. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഈ മൊബൈൽ ഫോണും ടി വി കാണുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലതായിട്ട് തന്നെ ഉറങ്ങുക. പിന്നെ എക്സാം ദിവസം രാവിലെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ബാഗിൽ പെന്നും പെൻസിലും അതുപോലെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ റേസർ അതുപോലെ വാട്ടർ ബോട്ടിൽ അതൊക്കെ ഉണ്ടോ ബാഗിൽ വെച്ചിട്ടുണ്ടോ എന്നൊന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റിവിഷൻ നടത്തണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവിഷൻ നടത്തുക. ദെൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതായത് ഇഡ്ഡലി അതുപോലെ തന്നെ ഉപ്പുമാവ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. വിശന്നിട്ട് പോയി ഒരിക്കലും എക്സാം എഴുതരുത്. പിന്നെ ഹെവി ആയിട്ടുള്ള അതായത് ഉച്ചയ്ക്കൊക്കെ എക്സാമുള്ള ഒരു ഫ്രൈഡ് റൈസ് ബിരിയാണി അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എപ്പോഴും ടെൻഷൻ അടിച്ച് പോകരുത്. പേടിക്കാതെ നല്ല രീതിയിൽ ചോദ്യങ്ങളൊക്കെ വായിച്ചിട്ട് ആൻസർ എഴുതുക. ഈസിയായ ചോദ്യങ്ങൾ ആദ്യം എഴുതണം, ബിക്കോസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നുള്ളത്. അവസാനം എഴുതിയതൊക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതുപോലെ പാരൻസും ശ്രദ്ധിക്കുക, കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചോ അങ്ങനെയൊക്കെ കുറച്ച് നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ മാക്സിമം അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുത്ത് പോസിറ്റീവായിട്ട് തന്നെ പോയി എല്ലാവരും എക്സാം എഴുതുക. താങ്ക് യു.